നിലായ ആർക്ക് ബൈ ഏഷ്യൻ പെയിന്റ്സ് എലഗന്റ് ഡെക്കോറും നാച്ചുറൽ പ്രയോജനങ്ങളും സംയോജിപ്പിക്കുന്ന സൂപ്പർ ലക്ഷറി ലൈം ബേസ്ഡ് പെയിന്റ് ആണ്. ഇത് ബ്രീത്തബിളും എക്കോ ഫ്രണ്ട്ലിയും ലോ VOC ഉള്ളതുമാണ്. കൂടാതെ 10 വർഷത്തെ വാറണ്ടിയും കിട്ടുന്നു. ഈ വീഡിയോയിൽ നിലായ ആർക്ക് വിന്റേജ് പേൾ ഫിനിഷ് ഫ്രഷ് പെയിന്റിങ്ങിനും റീപെയിന്റിങ്ങിനും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫ്രഷ് പെയിന്റിങ്ങിന് ആവശ്യമുള്ള മെറ്റീരിയൽ ട്രൂ കെയർ വാൾ പ്രൈമർ WT അല്ലെങ്കിൽ റോയൽ വാൾ ബേസ് കോട്ട് അല്ലെങ്കിൽ സ്മാർട്ട് കെയർ ഡാം ഷീറ്റ് ഇന്റീരിയർ, അക്രിലിക് വാൾ പുട്ടി, നിലയ ആർക്ക് പേൾസ് ആൻഡ് പെയിന്റ്. ആവശ്യമുള്ള ടൂൾസ് സാൻഡിംഗ് പേപ്പർ ഗ്രേഡ് 180 320, ഏഷ്യൻ പെയിന്റ്സ് ഷോർട്ട് നാപ്പ് ഫിൽറ്റർ റോളർ 950 അല്ലെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ് മിഡ് നാപ്പ് റോളർ 800, ഫോം റോളർ, പുട്ടി നൈഫ്, പെയിന്റിംഗ് ട്രേ 960, മാസ്കിംഗ് ടേപ്പ്, ബ്രഷ് 765. ഫ്രഷ് പെയിന്റിംഗ് ചെയ്യേണ്ട വിധം: സ്റ്റെപ്പ് 1 അണ്ടർ കോട്ടുകൾ അടിക്കുക. സ്റ്റെപ്പ് 2 ടിൻഡഡ് നിലയ ആർക്ക് ബേസ് കോട്ട് അടിക്കുക. സ്റ്റെപ്പ് 3 ബ്രഷ് ഉപയോഗിച്ച് പാറ്റേൺ ഉണ്ടാക്കൽ. നമുക്കിനി എങ്ങനെ അടിക്കണം എന്ന് വിശദമായി നോക്കാം. ആദ്യം ഒരു കോട്ട് പ്രൈമർ, പിന്നെ 2 കോട്ട് പുട്ടി, വീണ്ടും മറ്റൊരു കോട്ട് പ്രൈമർ അടിക്കുക. ഓരോ കോട്ടിനിടയിലും 4 മുതൽ 6 മണിക്കൂർ ഉണങ്ങാൻ സമയം അനുവദിക്കുക. അടിക്കേണ്ട സർഫസ് സാൻഡിംഗ് പേപ്പർ 320 വെച്ച് സാൻഡ് ചെയ്ത് വൃത്തിയായി തുടയ്ക്കുക. ഡൈല്യൂഷൻ 30 മുതൽ 35%. നിലയ ആർക്ക് പെയിന്റിന്റെ ഫസ്റ്റ് കോട്ട് അടിക്കാൻ തുടങ്ങുക. റോളർ 950 അല്ലെങ്കിൽ റോളർ 800 ഉപയോഗിക്കുക. റോളർ പാടുകൾ കളയാനും അരികുകൾ ഒരേപോലെയാക്കാനും നനവുള്ളപ്പോൾ പെയിന്റിന് ഉടൻ തന്നെ ഒരു ഫോം റോളർ വെച്ച് സ്മൂത്ത് ചെയ്യുക. മുഴുവൻ ഹൈഡിങ്ങിന് ഒരു കോട്ട് അധികം വേണ്ടി വന്നേക്കാം. ഫസ്റ്റ് കോട്ട് 4 മുതൽ 6 മണിക്കൂർ വരെ ഉണങ്ങട്ടെ. ഇനി വിന്റേജ് പേൾ ഫിനിഷ് ഉണ്ടാക്കാൻ ഫിനിഷിന് ഓൾഡ് വേൾ ചാമും ഡെപ്തും നൽകാൻ രണ്ടാമത്തെ കോട്ട് അല്ലെങ്കിൽ അവസാന കോട്ട് ഒരു ക്രോസ് പാറ്റേണിൽ ബ്രഷ് വെച്ച് അടിക്കുക. സ്മൂത്തും ഫ്ലോലെസും ആയ ഫിനിഷിന് പെയിന്റ് ചെയ്യുമ്പോൾ ഫിനിഷിൽ ഓവർ ക്രൗഡിംഗ് ഒഴിവാക്കുക. 4 മുതൽ 6 മണിക്കൂർ ഉണങ്ങാൻ അനുവദിക്കുക. റീപെയിന്റിംഗ് ചെയ്യേണ്ട വിധം: സ്റ്റെപ്പ് 1 അടിക്കേണ്ട സർഫസ് സാൻഡ് ചെയ്യുക. ലൂസ് പെയിന്റ്, ഡസ്റ്റ് അല്ലെങ്കിൽ ഗ്രീസ് നീക്കാൻ ചുമരിനെ സാൻഡിംഗ് പേപ്പർ 180 വെച്ച് സാൻഡ് ചെയ്യുക. സാൻഡ് ചെയ്ത ശേഷം സർഫസ് വൃത്തിയായി തുടയ്ക്കുക. സ്റ്റെപ്പ് 2 കോട്ട് ആപ്കോലൈറ്റ് പ്രീമിയം എമൽഷൻ വൈറ്റ് അടിക്കുക. ബ്രഷോ റോളറോ ഉപയോഗിച്ച് ആപ്കോലൈറ്റ് പ്രീമിയം എമൽഷൻ വൈറ്റ് 2 കോട്ട് അടിക്കുക. ഡൈല്യൂഷൻ 40%. ഉണങ്ങിയ ശേഷം അടിക്കേണ്ട സർഫസ് സാൻഡിംഗ് പേപ്പർ 320 വെച്ച് വീണ്ടും സാൻഡ് ചെയ്ത് വൃത്തിയായി തുടയ്ക്കുക. സ്റ്റെപ്പ് 3 നിലയ ആർക്ക് അടിക്കൽ, പിന്നെ പാറ്റേൺ ഉണ്ടാക്കൽ. മികച്ച ഫലം കിട്ടാൻ ഈ വീഡിയോയിൽ മുൻപ് കാണിച്ച പോലെ ചെയ്യുക.